മറ്റൊരു വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ എത്തിയ സംഘാടകരുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് കന്റോൺമെന്റ് ഹൌസിൽ ക്ഷണിക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ളവർ മടങ്ങി. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു തീരുമാനമെടുക്കാം എന്നാണ് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു നിലപാട് പറയാമെന്നുള്ളത് കൊണ്ടായിരിക്കും അവരെ മടക്കി അയച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു വിധത്തിലുള്ള കൂടിയാലോചനകളും പ്രതിപക്ഷവുമായി നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം പ്രതിപക്ഷ നേതാവിനെ സംഘാടക സമിതിയുടെ ഉപരക്ഷാധികാരിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. അത്തരത്തിൽ കൂടിയാലോചനകളൊന്നും ഇതുവരെ നടത്താതെ സർക്കാർ പ്രതിപക്ഷ നേതാവിനെ ഉപരക്ഷാധികാരിയാക്കി ഉത്തരവിറക്കിയതിൽ അടക്കം പ്രതിപക്ഷ നേതാവിന് അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് 7:30 ചേർന്ന UDF യോഗമാണ് തീരുമാനമെടുക്കുക. അതിനിടയിലാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്തും മറ്റൊരു ബോർഡ് അംഗവും കൂടി കന്റോൺമെന്റ് ഹൌസിൽ എത്തിയത്. പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയായിരുന്നു, പരിപാടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ പ്രതിപക്ഷ നേതാവ് കാണാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. തുടർന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ മടങ്ങുകയാണ് ചെയ്തത്. കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കൂടിക്കാഴ്ച ഒഴിവാക്കിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സർക്കാർ ഇതുവരെ സ്വീകരിച്ച സമീപനങ്ങളോടുള്ള എതിർപ്പ് കൂടിയുണ്ട്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള ചർച്ചയും എന്തെങ്കിലും ആശയവിനിമയവും ഇതുവരെയും പ്രതിപക്ഷവുമായി സർക്കാർ നടത്തിയിരുന്നില്ല. അതേസമയം പ്രതിപക്ഷ നേതാവിനെ ഉപരക്ഷാധികാരിയായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഇതിലെല്ലാം കടുത്ത അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ ഇന്നാണ് നിർണായകമായ തീരുമാനം UDF എടുക്കാനിരിക്കുന്നത്. സർക്കാർ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന വിമർശനം UDF-ന് ഉണ്ട് താനും. അതിനാൽ തന്നെ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ സമീപനം എന്ത് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ UDF ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നൊരു ഏകോപിതമായ തീരുമാനം ഇന്ന് രാത്രിയോടുകൂടി UDF എടുക്കാനിരിക്കെയാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയത്. ദേവസ്വം ബോർഡാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ എന്ന നിലയ്ക്ക് ഉള്ളത്. അതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ ക്ഷണിക്കാനെത്തിയവരുമായി കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. നേതാക്കളാരും ഇതുവരെ അയ്യപ്പ സംഗമത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പ്രതികരണങ്ങളിലൊന്നും. പക്ഷെ അതൊക്കെ വ്യക്തിപരമായ നിലപാടുകളായിരുന്നു. പക്ഷേ പാർട്ടിയും മുന്നണിയും ചേർന്നുകൊണ്ട് ഒരു തീരുമാനം അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു സൂചനയായി പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ ക്ഷണിക്കാനെത്തിയ സംഘത്തെ മടക്കി അയച്ചതിൽ കാണണമോ നമ്മൾ, സാജു? അത്തരം സൂചനകളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് NSS അടക്കമുള്ള സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായ നിലപാടിലേക്ക് മാറിയതോടുകൂടി പ്രതിപക്ഷത്തും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ആശയക്കുഴപ്പങ്ങളിൽ ഒരു സമവായം ഉണ്ടാകുക എന്നതുകൂടി ഇന്നത്തെ UDF യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നാണ്. അപ്പോൾ ഒരു ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ക്ഷണിക്കാനുള്ള നീക്കം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതല്ല ക്ഷണിക്കാൻ വന്നപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആശയവിനിമയം പ്രതിപക്ഷ നേതാവിനോട് പോലും നടത്തിയിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ ഭാഗമായി അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെ നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവൊക്കെ ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇതൊക്കെ ഒരു ശരിയായ രീതിയല്ല എന്ന വിമർശനം പ്രതിപക്ഷത്തിനുണ്ട്. അതിലുള്ള അതൃപ്തിയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, സാജു സൂചിപ്പിച്ചതുപോലെ എളുപ്പത്തിലൊരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. കാരണം NSS-ഉം SNDP-യും അടക്കമുള്ള സാമുദായിക സംഘടനകളുടെയൊക്കെ പിന്തുണ സംഗമത്തിനുണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ UDF-ഉം കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമല്ല എന്ന ഒരു നിലപാടെടുക്കാൻ ഒരു പക്ഷേ LDF-നും CPM-നും കഴിയുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് UDF-നും കോൺഗ്രസിനും എടുക്കാൻ കഴിയൂ. അതേസമയം ഇതിന്റെ സംഘാടനത്തിന്റെ കാര്യത്തിലൊക്കെ പൂർണ്ണമായും പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സംഗതി വേറെയും ഉണ്ട് താനും. അപ്പോൾ കോൺഗ്രസും UDF-ഉം ഇതിനകത്ത് എല്ലാ അരികും മൂലകളും കൃത്യമായി നോക്കിക്കൊണ്ടൊരു നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ല കരുതേണ്ടത്, സാജു?
തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനാകെ ഒറ്റയടിക്ക് ഇതിനകത്ത് പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് മറിച്ചുള്ള പ്രചാരണങ്ങൾ ഏതൊക്കെ രീതിയിൽ വരും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM-ഉം സർക്കാരും ഒക്കെ വെട്ടിലായ സന്ദർഭങ്ങളുണ്ട്. കാരണം പിന്നീട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് തിരഞ്ഞെടുപ്പുകളിലടക്കം തിരിച്ചടികളിലേക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഉണ്ടായതാണ്. സമാനമായ രീതിയിലുള്ള പ്രചരണങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ ഉണ്ടാകുമോ എന്നതുകൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ UDF-ന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. സൈഫുദ്ദീൻ, ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നതിന്റെ സൂചന ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എത്തിയ സർക്കാർ സംഘത്തെ തിരിച്ചയച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിശദാംശം നൽകിയത് KR സാജു.